ചായ. ഓ, താങ്ക് യു വെരി മച്ച്. ഗുരുവിനെ കുറിച്ച് എന്തോരോ അറിവാ ഡോക്ടറിന്. ഗുരുവിനോട് അടുക്കും തോറും ഞാൻ ചെറുതായി വരുന്ന പോലെ. മലയോടടുക്കും തോറും മല വളരുകയും നാം ചെറുതാകുന്നതും ശ്രദ്ധിച്ചിട്ടില്ലേ? ഡോക്ടർ നൽകിയ വിവരങ്ങൾ ഞാനപ്പോൾ നോട്ട് ആക്കുന്നുണ്ട്. ആ, അത് വേണം, അല്ലെങ്കിൽ അതൊക്കെ മറന്നുപോകും. ഗുരുചരിത്ര 3 മണിക്കൂറുള്ള നൃത്തവിഷ്കാരമാക്കുക ആലോചിക്കുമ്പോ ഒരു ചാലഞ്ചായി തോന്നുന്നു. ഒരു പക്ഷിയും ദൂരം അളന്നല്ല പറക്കുന്നത്. ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്ക് എത്തിക്കഴിയുമ്പോ സ്വയം അതിശയിച്ചു പോവും. കലാതപസ്യയും അതുപോലെ തന്നെയാണ്. എന്തായാലും ഡോക്ടറെ കിട്ടിയത് മഹാഭാഗ്യം. ഗുരുസ് ബ്ലെസ്സിംഗ്. 10 വർഷം മുമ്പ് വരെ എനിക്കും ഗുരുവിനെ കുറിച്ച് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഗുരുവിനെ അറിഞ്ഞു? പലരും പല പല ചോദ്യങ്ങൾ ചോദിച്ചു, സംശയങ്ങൾ നിരത്തി. അവരുടെ മുന്നിൽ തോറ്റുപോകാതിരിക്കാൻ ഗുരുവിനെ പറ്റി പഠിച്ചു. എനിക്ക് അതിപ്പോ ഒരു ഗുണമായി. സത്യത്തിൽ ഡോക്ടർ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നെങ്കിൽ ഞാൻ ഏൽക്കില്ലായിരുന്നു. കേരളത്തിലെത്തുന്ന പലരും ഗുരുവിന് മുമ്പും ശേഷമുള്ള ചരിത്രം അന്വേഷിക്കും. അവരോടൊപ്പം യാത്ര ചെയ്തും സംശയങ്ങളും തീർത്തും ഇതുവരെ എത്തി. അത്രയേ ഉള്ളൂ. ഗുരുവിന്റെ ജനനത്തെക്കുറിച്ച് അല്പം അറിവേ ഉള്ളൂ. ആ മഹാന്റെ ജനനം എങ്ങനെയായിരുന്നു? ഒരു ദിവസം കൊണ്ടോ 2 or 3 കൂടിക്കാഴ്ചകൾ കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്നതല്ല വിശ്വഗുരുവിന്റെ പിറവി. ഈ ഡാൻസ് പ്രൊഡക്ഷനിൽ നിർണായക രംഗമായിരിക്കും ആ ജനനവും ബാല്യവും. വെരി ഗുഡ്. നമുക്ക് മനസ്സുകൊണ്ട് ആദ്യം ചെമ്പഴന്തിയിലേക്ക് പോവാം. മനസ്സ് അവിടെ എത്തിയ പോലെ. അതാണ് ഗുരുവിന്റെ സാന്നിധ്യം. എവിടെയോ ഉണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്. ഗുരുവിന്റെ ജീവിത മുഹൂർത്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. രാമസൽ പുരുഷോ ലോകേ സത്യധർമ്മ പരായണ സാക്ഷാത്ര മാധി നിർവൃത്തോ ധർമ്മച്ഛാപി ശ്രിയാസഹ. ശ്ലോകസാരം ഇതാണ്. രാമൻ ലോകത്തിൽ സൽപുരുഷനായി സത്യധർമ്മ പരായണനായി ഭവിക്കുന്നു. സത്യധർമ്മ പാരായണൻ എന്നാൽ എന്താണ്? പറയാം. സ്വന്തം കാര്യങ്ങൾ ത്യജിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ സമ്പാദിച്ചു കൊടുക്കുന്നവനാണ് രാമൻ. സത്യം, ധർമ്മം എന്നീ വ്രതങ്ങളാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ആശാനെ, ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ? പറയണം. സംശയം മനസ്സിൽ പാടില്ല. അത് ചിതൽ പോലെ വളരും. രാമനിൽ കാണുന്ന പല ഗുണങ്ങളും ഞങ്ങൾ ആശാനിലും കാണുന്നു. അപ്പറഞ്ഞത് നേരാ. നമ്മൾ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങൾ നോക്കണം, സഹായിക്കണം. നമ്മുടെ കാര്യം ഈശ്വരൻ നോക്കിക്കോളും.
കൊച്ചനാച്ചാൻ ഇതുപോലെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരിലും മതിപ്പുളവാക്കുന്ന പ്രകൃതമായിരുന്നല്ലോ അല്ലേ കുട്ടി? അതെ, താളിയോല ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതുന്നതിൽ സമർത്ഥനായിരുന്നല്ലോ അദ്ദേഹം. പോരാത്തേന് നിത്യബ്രഹ്മചാര്യം. എഴുത്തൻ കൊച്ചനാശൻ എന്നാണല്ലോ ആളുകൾ ബഹുമാനത്തോടെ വിളിച്ചിരുന്നത്. രാമായണത്തിനിടയിൽ അല്പസ്വല്പം നാട്ടുകാരൻ കൂടി ആവാം. ഇരിക്കെ. വേരുകൾ കാണണം, പക്ഷേ ശ്രദ്ധ നാരായ വേരിൽ തന്നെ ആകണം. അതാശാൻ പറഞ്ഞത് നേരാ. രാമൻ സത്യധർമ്മങ്ങളെ പ്രാണവായുവായി കണ്ടിരുന്നു. അങ്ങനെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ ആശാനെ? തീർച്ചയായും പറ്റും. വൻവൃക്ഷവും പുൽക്കൊടിയും നിൽക്കുന്നത് ഒരേ മണ്ണിൽ, അനുഭവിക്കുന്നത് ഒരേ പ്രകാശവും ജലവും. ശ്രുതിശാസനയോ സ്മൃതിവിധിയോ അവലംബിച്ചല്ല, രാമന്റെ ആചാരത്തെ പ്രമാണമാക്കിയാണ് ലോകത്തിൽ ധർമ്മപ്രതിഷ്ഠ ചെയ്യപ്പെടുന്നത്. രാമന്റെ അവതാരോദ്ദേശവും അതായിരുന്നല്ലോ. അപ്പോ ഓരോ സൃഷ്ടിക്കും ഓരോ ലക്ഷ്യമുണ്ട് അല്ലേ ആശാനെ? സംശയം എന്ത്? അത് മനസ്സിലാക്കണം. അതാണ് ഭക്തി, അതാണ് രാമായണത്തിന്റെ പൊരുൾ. ഓരോ പിറവിയുടെയും ലക്ഷ്യം വ്യത്യസ്തമല്ലേ? ഓരോ പദത്തിനും ഓരോ അർത്ഥമുണ്ട്. എങ്കിലും പദങ്ങൾ ചേർന്ന് പാട്ടാകുമ്പോൾ അർത്ഥവ്യാപ്തി കൂടുന്നു. പിറവിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു സ്വകാര്യം ചോദിക്കുകയാണ്. അതിനെന്താ, ചോദിക്കാലോ. കുട്ടിക്ക് ഇപ്പോ നടപ്പ് മാസം 9-ാം മാസം. അപ്പോ മാസം തികഞ്ഞു. ഇനി ഏത് നിമിഷവും. അതൊക്കെ ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങളല്ലേ. കുട്ടി വലിയ ഭക്തയാണ്. ഇദ്ദേഹം വലിയ പണ്ഡിതനും പരോപകാരിയും. രാമായണവും മഹാഭാരതവും വ്യാഖ്യാനിക്കുന്ന ആശാനല്ലേ? ഫലശ്രുതിയും ഉത്തമമായിരിക്കും. എൻ്റെ മനസ്സങ്ങനെ പറയണു. ദൈവം തരുന്നതെല്ലാം നിധിയാ. അത് ദാനമല്ല, കൃപയാണ്. എവിടെയോ ഒരു ചകോരം ചിലയ്ക്കും പോലെ, എവിടെയും ഒന്നിനെയും കാണാനില്ല. അശരീരി പോലെ തോന്നുന്നു. ശരിയാണ്, ഞാനും ഇപ്പോൾ കേൾക്കുന്നു ഒരു അശരീരി. എന്താണ് ഈ കണ്ട ലക്ഷണങ്ങളുടെ പൊരുൾ? അതിന്റെ അർത്ഥം എന്താണ്? സാക്ഷാൽ ശ്രീ നാരായണനായ ഭഗവാന്റെ അവതാരം. അതായത് സർവമംഗളമായ നേരത്ത് കൗസല്യ സകലരും പ്രണമിക്കുന്ന രാമൻ എന്ന പുത്രനെ പ്രസവിച്ചു. കുട്ടി, എന്താ ഇത്ര ആലോചന? ഇരിക്കെ. കുട്ടി ഇത് കഴിക്കേ. കര ഉടയ്ക്കാനും സർവേ കാര്യങ്ങൾക്കായിട്ട് നാളെ തലസ്ഥാനം വരെ ഒന്ന് പോകണം. ഇനി ദൂരോട്ടൊന്നും പോണ്ട, എൻ്റെ അരികത്തുണ്ടാകണം ഒരു ധൈര്യത്തിന്. കുട്ടിക്ക് എന്താ ഒരു അങ്കലാപ്പ്? അതിൻ്റെ കാര്യമില്ല. ഒന്നാമത് കന്നിപ്രസവമല്ല. അതൊക്കെ ശരിയാ, പക്ഷെ ഒരു ധൈര്യക്കുറവ് പോലെ. വെറുതെ അതും ഇതും ചിന്തിക്കേണ്ട കുട്ടി. വയറ്റിൽ ചില ലക്ഷണങ്ങൾ, ചില മർമ്മരങ്ങൾ. വല്ലാണ്ട് പേടിയാവണു. മണക്കേൽ ദേവി ഇല്ലേ കൂടെ? അതാണ് വലിയ ആശ്വാസം. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആശങ്ക.
എന്തൊക്കെയോ സംഭവിക്കാൻ പോകും പോലെ. വെറുതെ അതും ഇതും ചിന്തിച്ചു കൂട്ടണ്ട. ദേവിയെ ധ്യാനിച്ചോളൂ. തടയാൻ വിചാരിച്ചാലും പറ്റണില്ല. ചിന്തകൾ വന്നു കയറിയാൽ എന്ത് ചെയ്യാനാ? വലിയ ധൈര്യം ഭാവിക്കും. മനം തൊട്ടാവാടിയ. പറയണതിൽ ലേശം കഴമ്പില്ലാതെ അല്ല. പെറ്റ 3 പെൺകുട്ടികളല്ലേ. ഇതുകൂടി അങ്ങനെ ആകുമോ? അതാണൊരു ആശങ്ക. ഉറച്ച വിശ്വാസികൾ ആശങ്കപ്പെടാറില്ല. കുഞ്ഞാണാവണോ പെണ്ണാവണോ എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല. ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. കുട്ടി, നമ്മുടെ മാതാപിതാക്കളും അങ്ങനെയൊന്നും ആശിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. ദക്ഷിണ കിട്ടുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ദൈവം തരുന്നതിനെ സ്നേഹത്തോടെ പോറ്റുക, അതല്ലേ നമ്മുടെ കർമ്മം. ഇത് ചിങ്ങമാസമാണ്. പ്രകൃതിയും മനസ്സും എല്ലാം തെളിമയാർന്ന സമയം. മറ്റു കുട്ടികൾ വയറ്റിൽ കിടന്നപ്പോ ഇതുപോലെ തോന്നിയിട്ടില്ല. ഇപ്പോഴെന്താ വിശേഷിച്ച്? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അക്കരെ കുളത്തിലൊരു ആമ്പൽ. നിറം നീലയോ സ്വർണമോ. ചന്ദ്രൻ അതിനെ നോക്കി ചിരിക്കുന്നു. കൊള്ളാലോ. എന്നിട്ട് ചന്ദ്രന്റെ പുഞ്ചിരി ആമ്പലിന്റെ ഇതളുകളായി വിരിയുന്നു. ഞാൻ പറയാൻ മടിച്ചതാ. ഞാനും കണ്ടു ഇതുപോലൊരു സ്വപ്നം. ആ, എന്നിട്ടെന്താ എന്നോട് പറയാത്തെ? നേരം കിട്ടിയില്ല കുട്ടി, അതുകൊണ്ടാ. അത് പോട്ടെ, എന്തായിരുന്നു സ്വപ്നം? വാഴത്തോട്ടത്ത് നിൽക്കുക ഞാൻ. സ്വർണ്ണ നിറത്തിലൊരു അണ്ണാൻ വ്യത്യസ്തനായി ശബ്ദിക്കുന്നു. എന്തോ പറയും പോലെ. 2 സ്വപ്നങ്ങൾക്കും നല്ല സാമ്യമുണ്ട്. പുരാണം വ്യാഖ്യാനിക്കുന്ന ആളല്ലേ. എന്താണ് ഈ കനവിന്റെ പൊരുൾ? സ്വപ്നങ്ങൾ ദൈവത്തിന്റെ രഹസ്യ ഭാഷയാണ്. കുട്ടി മെല്ലെ. കണിയാന്മാർക്ക് അറിയായിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം വയൽവരമ്പത്ത് വെച്ച് കണ്ടപ്പോ രാമൻ കണിയാനും പറഞ്ഞു. എന്താ കണിയാൻ പറഞ്ഞത്? വയൽവാരത്തു വീട്ടിന് മുകളിൽ ഒരു നക്ഷത്രം ഉദിക്കുമെന്ന്. ആ പ്രവചനത്തിന്റെ പൊരുൾ കണിയാനോട് ചോദിച്ചില്ലേ? ചോദിച്ചു പലവട്ടം, എന്നിട്ടും പറഞ്ഞില്ല. നിർബന്ധിച്ചപ്പോ വീട്ടിൽ പോയി ഗണിച്ചു നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഗണിച്ചു നോക്കിയോ? നോക്കി. നല്ലൊരു മുഹൂർത്തം, ദേവാംശമുള്ള രാശി. പുറത്താരോടും പറയണ്ട. ഇല്ല, ഞാൻ പറയില്ല. നിമിത്തങ്ങൾ ശരിയാകുമോ? ദൈവത്തിന്റെ അളവും കുറിയൊന്നും നമുക്ക് നിശ്ചയിക്കാനാവില്ലല്ലോ. എന്തൊക്കെയോ പരസ്പര ബന്ധമുള്ളതുപോലെ എല്ലാം ചിന്തിച്ചു നോക്കുമ്പോ. എന്ത് ചിന്തിച്ചു നോക്കുമ്പോ? ഈയിടെ തവിട് വാങ്ങാൻ വന്ന നീലമ്മ കൈരേഖ നോക്കി പറഞ്ഞു. എന്തു പറഞ്ഞു? കയ്യിലൊരു നിധി കിട്ടുമെന്ന്. ആ നിധി വിധിയെ തന്നെ മാറ്റുമെന്ന്. അങ്ങനെയോ? എന്തായാലും കാത്തിരിക്കാം. തീയതിങ്ങ് അടുത്തു വരികയല്ലേ. കഴിഞ്ഞ ദിവസം വ്യാഖ്യാനിച്ച രാമായണ ശ്ലോകവും ഒരു നിമിത്തം പോലെ. ചിത്പുരുഷനായ രാമൻ ശ്രീ ശ്രീ നാരായണന്റെ അവതാര പിറവി. സർവ്വതും ഭഗവാന്റെ ഇച്ഛ. ഭഗവത് ചിന്തയോടെ കാത്തിരിക്കാം. ഞങ്ങൾ അടുത്ത മുറിയിൽ നിൽക്കാം. ഒന്നും പേടിക്കണ്ട, ആശാൻ കൂടെയുണ്ടല്ലോ. കുട്ടിയുടെ ശ്വാസനാളം പോലും ഞങ്ങൾക്കറിയാം. തൊട്ടരികിൽ ഞങ്ങളുണ്ട്. കുട്ടിക്ക് എന്തോ പറയാനുള്ളതുപോലെ. നിങ്ങൾ നിന്നാലും കുഴപ്പമില്ല. അത് ശരിയല്ലല്ലോ. ആശാനോട് പറയാനുള്ളത് ആശാനോട് തന്നെ പറയട്ടെ. ഞങ്ങൾ അപ്പുറത്തുണ്ട്, ഒന്ന് വിളിച്ചാ മതി. കുട്ടിക്ക് എന്താ പറയാനുള്ളത്? പറയ്. ആകാശം താണു താണു വരും പോലെ എന്റെ
കണ്ണെത്തും ദൂരത്ത്. അതെ, എന്റെ കൈയെത്തും ദൂരത്ത്. സ്വപ്നമായാലും മയക്കമായാലും മടിക്കണ്ട, പറഞ്ഞോളൂ. അതാ കാണുന്നുണ്ടോ മേഘങ്ങൾ? ദേവദാരുക്കൾ പോലെ, നവഗ്രഹങ്ങൾ രഥചക്രങ്ങൾ പോലെ. വെള്ളിയിൽ തീർത്ത നീണ്ട ഒരു പരവതാനി, അതിലൂടെ ഗംഗാപ്രവാഹം പോലൊരു പ്രകാശം. ഗിരിനിരകൾ തെളിയുന്നു. താഴ്വാരത്തിൽ പൂക്കളുടെ ഒരു പള്ളിമെത്ത, അതിലൊരു കുഞ്ഞ് കൈകാലിട്ട് ഇളക്കുന്നു. ഇല്ല കുട്ടി, എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഈ കയ്യിൽ തൊട്ടുകൊണ്ട് നോക്കൂ, ചിലപ്പോ കാണാൻ കഴിഞ്ഞേക്കും. ശരിയാ, ഇപ്പൊ കാണാം. ഇതുവരെ കാണാത്തത്. രാമായണത്തിലൂടെ, മഹാഭാരതത്തിലൂടെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചപ്പോ കാണാൻ കൊതിച്ചതെല്ലാം, കേൾക്കാൻ കൊതിച്ചതെല്ലാം. കണ്ടോ, താമരകൾ പൂത്ത തടാക മധ്യത്തിൽ മാർത്താണ്ഡ ബിംബം. ആയിരം ആദിത്യന്മാർ ഒന്നിച്ചുയർന്ന കാന്തി. എന്റെ കണ്ണുകൾ പ്രകാശപ്പൊലിമയിൽ തുറക്കാൻ പറ്റുന്നില്ല. പരബ്രഹ്മത്തിന്റെ പൊൻതളിര്